ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന തീരുമാനം ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നും തീരുമാനിക്കപ്പെടുന്നു. നോക്കൂ, ലൂയി മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഭയാനകമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ ഇരുപ്പറകളിലൊന്നിൽ ഗാഢമൈത്രിയാൽ ബന്ധിതരായ ആ രണ്ട് പുരുഷന്മാർ തനിച്ചിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർ തമ്മിൽ ഒരിക്കലും ഒരു വിധത്തിലുള്ള ഔപചാരികത്വവും ഉണ്ടാവാറില്ല. നർമ്മസല്ലാപം നടത്തുന്ന രണ്ട് പഴയ സ്കൂൾ ചങ്ങാതിമാരെ പോലെ അവർ അടുത്തടുത്തായി ചായമൊത്തി കുടിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഏതായാലും മൗണ്ട് ബാറ്റൻ്റെ സംഭാഷണ സ്വരത്തിന് പ്രത്യേകമായ ഒരു ചടുലതയുണ്ടായിരുന്നു. തൻ്റെ അവസാനത്തെ അപ്പീൽ കോടതിയെയാണ് മച്ചുനനായ 6ാം ജോർജ് രാജാവ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യയുമായി ബ്രിട്ടനുള്ള ബന്ധങ്ങൾ വെട്ടിമുറിച്ച മനുഷ്യൻ എന്ന കളങ്കം തന്നിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന അവസാനത്തെ മങ്ങിയ ആശയെ പ്രതിനിധാനം ചെയ്യുന്നതും രാജാവാണ്. ഇന്ത്യയുടെ ചക്രവർത്തി കൂടിയാണ് ബ്രിട്ടീഷ് രാജാവ്. അതുകൊണ്ട് വൈസ്രോയിയായി തന്നെ നിയമിക്കുന്നത് സംബന്ധിച്ച അവസാന വാക്കു പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ യുവാവായ അഡ്മിറൽ ആശിച്ച തരത്തിലല്ലാതായിപ്പോയി ആ വാക്ക്. എനിക്കറിയാം, പ്രധാനമന്ത്രി എന്നെ കാണാൻ വന്നിരുന്നു, ഞാൻ സമ്മതിക്കുകയും ചെയ്തു. രാജാവ് ലജ്ജയിൽ പൊതിഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങ് സമ്മതിച്ചുവെന്നോ? അതിനെപ്പറ്റി അങ്ങ് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? മൗണ്ട് ബാറ്റൻ ചോദിച്ചു. തികച്ചും പ്രസന്ന ഭാവത്തിലായിരുന്നു രാജാവിൻ്റെ മറുപടി. ഞാനതിനെപ്പറ്റി ശ്രദ്ധാപൂർവം ചിന്തിച്ചതാണ്. നോക്കൂ, മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഇത് വളരെ അപകടകരമാണ്. അവിടെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പുണ്ടാകാനുള്ള മാർഗം ആർക്കും മുൻകൂട്ടി കാണാനാവില്ല. ഒരു വഴി കണ്ടെത്തുക മിക്കവാറും അസാധ്യമാണ്. ഞാൻ അങ്ങയുടെ മച്ചുനനാണ്. അവിടെ ചെന്ന് അങ്ങേയറ്റം അപകാസ്യമായ കുഴപ്പം ഞാൻ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് അങ്ങയുടെ മേൽ വളരെ മോശമായി പ്രതിഫലിക്കും. ആഹാ, ചക്രവർത്തി തിരിച്ചടിച്ചു. താങ്കൾ വിജയിച്ചാൽ അത് രാജവംശത്തിന്മേൽ എത്ര നന്നായി പ്രതിഫലിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ശരി. ഒരു ദീർഘനിശ്വാസത്തോടെ മൗണ്ട് ബാറ്റൻ തൻ്റെ കസേരയിൽ ചാരിയിരുന്നു. അങ്ങ് വളരെ ശുഭപ്രതീക്ഷാശീലനാണ്. ആ ചെറിയ മുറിയിൽ തനിക്ക് എതിരെയുള്ള കസേരയിൽ ഇരിക്കാറു പതിവുണ്ടായിരുന്ന മറ്റൊരു രൂപത്തെപ്പറ്റി ഓർക്കാതിരിക്കാൻ മൗണ്ട് ബാറ്റന് സാധ്യമല്ലായിരുന്നു. തൻ്റെ മറ്റൊരു മച്ചുനൻ, ഏറ്റവും അടുത്ത സുഹൃത്ത്, വെസ്റ്റ് മിനിസ്റ്ററിലെ സെൻറ്റ് മാർഗരറ്റ് പള്ളിയിൽ തൻ്റെ വിവാഹദിനത്തിൽ സമീപം നിന്ന മനുഷ്യൻ, പിന്നീട് രാജാവായി വാഴേണ്ടിയിരുന്ന അന്നത്തെ വെയിൽസ് രാജകുമാരൻ ഡേവിഡ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അവർ അടുത്ത ചങ്ങാതിമാരായിരുന്നു. താൻ സ്നേഹിക്കുന്ന സ്ത്രീയെ കൂടാതെ നാടുവാഴാൻ സന്നദ്ധനല്ലെന്ന കാരണത്താൽ അന്ന് എഡ്വേർഡ് 8ാമനായിരുന്ന ഡേവിഡ് 1936 സിംഹാസനം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ആശ്വാസവും സൗഹൃദവും പകർന്നുകൊണ്ട് ഡിക്കി മൗണ്ട് ബാറ്റൻ രാജകൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ കറങ്ങിയിരുന്നു. എന്തൊരു വിരോധാഭാസം, മൗണ്ട് ബാറ്റൻ ചിന്തിച്ചു. താനിപ്പോൾ സ്വാതന്ത്ര്യം നൽകാൻ പോകുന്ന നാടിൻ്റെ മണ്ണിൽ ആദ്യമായി കാലുകുത്തിയത് ഡേവിഡിൻ്റെ അനുചരനെന്ന നിലയ്ക്കാണ്. 1921 നവംബർ 17-ാം തീയതി ആയിരുന്നു അത്. അന്നു രാത്രി യുവാവായ മൗണ്ട് ബാറ്റൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: വളരെയേറെ പറഞ്ഞു കേട്ടിട്ടുള്ള, സ്വപ്നം കണ്ടിട്ടുള്ള, വായിച്ചറിഞ്ഞിട്ടുള്ള നാടാണ് ഇന്ത്യ. ആ വിസ്മയാവഹമായ രാജകീയ പര്യടനത്തിൽ നിന്നും തന്നെ അദ്ദേഹത്തിൻ്റെ യുവപ്രതീക്ഷകൾക്ക് നിരക്കാത്തതായിരുന്നില്ല ബ്രിട്ടീഷ് രാജിൻ്റെ പ്രതാപം. അന്നതിൻ്റെ മൂർധന്യദശയിലായിരുന്നു. സാമ്രാജ്യ സിംഹാസന അവകാശിയായ ഷാങ്സദാ സാഹിബിനും സംഘത്തിനും വേണ്ടി എന്ത് സേവനമനുഷ്ഠിച്ചാലും അത് അത്യാഡംബരമാവുകയില്ല, എന്താഘോഷവും അതിർ കവിഞ്ഞതുമാവില്ല. വൈസ്രോയിയുടെ വെള്ളിയും സ്വർണവും പൂശിയ തീവണ്ടിയിൽ അവർ സഞ്ചരിച്ചു. പരേഡുകൾ, പോളോ വിനോദങ്ങൾ, പുലിവേട്ടകൾ, നിലാവിലുള്ള ആനസവാരികൾ, അത്താഴ വിരുന്നുകൾ, ബ്രിട്ടീഷ് കിരീടത്തിൻ്റെ ഏറ്റവും കൂറുള്ള ബന്ധുക്കളായ ഇന്ത്യൻ നാട്ടുരാജാക്കന്മാർ സംഘടിപ്പിച്ച അതുല്യമായ അന്തസ്സോടുകൂടിയ സ്വീകരണങ്ങൾ എന്നിവയുടെ ആകത്തുകയായിരുന്നു അവരുടെ പര്യടനം. തിരിച്ചു പോകുമ്പോൾ മൗണ്ട് ബാറ്റൻ കരുതി, ലോകത്തിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും പ്രതാപം തികഞ്ഞ
ജോലിയാണ് വൈസ്രോയിയുടേത്. ഇപ്പോഴിതാ മറ്റൊരു മച്ചുനൻ്റെ സമ്മതഭാവത്തിലുള്ള തലകുലുക്കലോടുകൂടി ആ പ്രതാപം തികഞ്ഞ ജോലി അദ്ദേഹത്തിൻ്റേതായി തീർന്നിരിക്കുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ഇരുപ്പുമുറിയിൽ അല്പനേരത്തേക്ക് നിശബ്ദത പരന്നു. അതോടെ രാജാവിൻ്റെ ഭാവത്തിന് ഒരു മാറ്റമുണ്ടായതായി മൗണ്ട് ബാറ്റൻ മനസ്സിലാക്കി. നേരിയ ദുഃഖത്തിൻ്റെ അടിയൊഴുക്കുള്ള സ്വരത്തിൽ രാജാവ് പറഞ്ഞു, വല്ലാത്ത കഷ്ടം തന്നെ. താങ്കൾ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് താങ്കളെ കാണാനും പിന്നീട് ഇന്ത്യയിലേക്ക് പോകാനും ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ വിൻസ്റ്റൺ അത് തടഞ്ഞു. യുദ്ധത്തിന് ശേഷമെങ്കിലും ഇന്ത്യയിൽ പോകാമെന്ന് ഞാൻ ആശിച്ചിരുന്നു. ഇപ്പോൾ അതിനും സാധ്യമാവില്ലെന്ന് വേണമല്ലോ വിചാരിക്കാൻ. അദ്ദേഹം തുടർന്നു, ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ പോവാതെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടത്. ലണ്ടനിലെ ഈ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ആ സ്ഥാനം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുക എന്നത് എത്ര ദുഃഖകരമാണ്. ജോർജ് ആറാമൻ ഇഹലോകവാസം വെടിഞ്ഞത് തൻ്റെ സങ്കല്പത്തിൽ മാത്രമുണ്ടായിരുന്ന ആ നാട്ടിൽ ഒരിക്കലും കാലുകുത്താതെയാണ്. ഒരു പുലിവേട്ടയോ വെള്ളിയും സ്വർണവും കൊണ്ടലങ്കരിച്ച ആനകളുടെ കുലുങ്ങിക്കൊണ്ടുള്ള പരേഡോ രത്നാഭരണ വിഭൂഷിതരായ മഹാരാജാക്കന്മാർ തൻ്റെ മുമ്പിൽ നിരന്ന് കുമ്പിടുന്ന അനുഭവമോ അദ്ദേഹത്തിനുണ്ടായില്ല. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ തിന്മേശയിൽ നിന്നുള്ള അപ്പക്കഷ്ണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്രതീക്ഷിതത്വത്തിൽ തുടങ്ങിയ ഒരു ഭരണം യുദ്ധത്തിൻ്റെ കരിനിഴലിൽ രൂപപ്പെട്ടു വളർന്നതാണത്. അതിപ്പോൾ ഒരു യുദ്ധാനന്തര സോഷ്യലിസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ആഡംബരരാഹിത്യത്തിൽ പൂർത്തീകരിക്കേണ്ടി വന്നിരിക്കുന്നു. 1937 മെയ് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ കാൻറ്റൺബറി ആർച്ച് ബിഷപ്പ് യോർക്കിലെ പ്രഭുവായിരുന്ന ആൽബർട്ട് രാജകുമാരനെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും അയർലൻഡിൻ്റെയും കടലുകൾക്കപ്പുറമുള്ള ബ്രിട്ടീഷ് ഡൊമിനിയനുകളുടെയും രാജാവും വിശ്വാസ സംരക്ഷകനും ഇന്ത്യയുടെ ചക്രവർത്തിയുമായ ജോർജ് ആറാമനായി പ്രഖ്യാപനം ചെയ്യുമ്പോൾ ഭൂഗോള വിസ്തൃതിയിൽ ആകെയുള്ള 52 ദശലക്ഷം ചതുരശ്ര മൈലിൽ 16 ദശലക്ഷവും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കിരീടവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ജോർജ് ആറാമൻ്റെ ഭരണകാലത്തെ ചരിത്രപരമായ കേന്ദ്ര നേട്ടം അദ്ദേഹത്തിൻ്റെ ഇരുപ്പുമുറിയിൽ തൻ്റെ മച്ചുനൻ്റെ സാന്നിധ്യം പ്രതിദാനം ചെയ്ത ദുഃഖകരമായ കടമയാണെന്നാണ് വന്നുചേർന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിരിച്ചുവിടലിന് ആധ്യക്ഷം വഹിച്ച ചക്രവർത്തി എന്ന നിലയ്ക്കാണ് ചരിത്രത്തിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുക. റോമിൻ്റെയും മഹാനായ അലക്സാണ്ടറുടെയും ജംഗിസ് ഖാൻ്റെയും ഖലീഫമാരുടെയും നെപ്പോളിയൻ്റെയുമൊക്കെ അങ്ങേയറ്റത്തെ ഭാവനാസമ്പൂർണമായ സ്വപ്നങ്ങളെപ്പോലും കവച്ചുവെച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി കിരീടം ധരിച്ച അദ്ദേഹം കാലയവനകയ്ക്കുള്ളിൽ മറിയേണ്ടി വന്നത് മറ്റൊരു യൂറോപ്യൻ രാഷ്ട്രം മാത്രമായി ചുരുങ്ങിത്തുടങ്ങിയ ഒരു കൊച്ചു ദ്വീപരാജ്യത്തിൻ്റെ രാജാവായിട്ടാണ്. ചക്രവർത്തി എന്ന സ്ഥാനപ്പേർ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. GRI എന്ന പ്രയോഗത്തിലെ ഐ എടുത്തു കളഞ്ഞേ തീരൂ. പക്ഷേ ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും അറുത്തു കളഞ്ഞാൽ അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കും, രാജാവ് പറഞ്ഞു. മഹത്തായ സാമ്രാജ്യ സ്വപ്നം മങ്ങിക്കഴിഞ്ഞുവെന്ന് ജോർജ് ആറാമന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അത് തീരെ അസ്തമിക്കുമ്പോഴും അതിൻ്റെ നേട്ടങ്ങളും പ്രതാപങ്ങളും കുറേയെങ്കിലും നിലനിന്നില്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്തിരുന്ന ആശയം ആധുനിക യുഗവുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന പുതിയ രൂപത്തിൽ പ്രകടമാവുന്നില്ലെങ്കിൽ എത്ര വ്യസനകരമായിരിക്കും. ഒരു സ്വതന്ത്ര ഇന്ത്യ കോമൺവെൽത്തിന് പുറംതിരിഞ്ഞു നിൽക്കാൻ ഇടയാവുന്നത് പരിതാപകരമായിരിക്കും, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജോർജ് ആറാമൻ്റെ ആശകൾ സാക്ഷാത്കരിക്കാനുള്ള ചട്ടക്കൂട് സജ്ജമാക്കാൻ കോമൺവെൽത്തിന് കഴിവുണ്ട്. ബ്രിട്ടൻ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന സ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു ബഹുവംശ സഭയായിത്തീരാൻ അതിന് സാധ്യമാണ്. പൊതുവായ പാരമ്പര്യങ്ങളും പൊതുവായ ഭൂതകാലവും തൻ്റെ കിരീടവുമായുള്ള പൊതുവായ പ്രതീകാത്മക ബന്ധങ്ങളുമുള്ള കോമൺവെൽത്തിന് ലോകകാര്യങ്ങളിൽ വമ്പിച്ച സ്വാധീനം ചെലുത്താൻ കഴിയും. അത്തരമൊരു സംഘടനയുടെ തിരികല്ലായ ബ്രിട്ടന് ലോക സഭാതലങ്ങളിൽ മുമ്പ് തൻ്റേതായിരുന്ന സാമ്രാജ്യ അധികാരസ്വരത്തിൻ്റെ പ്രതിധ്വനിയെങ്കിലും ഉയർത്തിക്കൊണ്ട് സംസാരിക്കാം. ലണ്ടൻ എപ്പോഴും ലണ്ടനായിരിക്കും. ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് സാംസ്കാരികവും ആധ്യാത്മികവും സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾക്കുള്ള കേന്ദ്രസ്ഥാനം. സാമ്രാജ്യത്വപരമായ കാതൽ മറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇംഗ്ലീഷ് ചാനലിനക്കരെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോർജ് ആറാമൻ്റെ ദ്വീപരാജ്യത്തെ വേർതിരിക്കുന്ന ഔന്നത്യത്തിൻ്റെ നിഴൽ
അപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം. ആ ആശയം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇന്ത്യ കോമൺവെൽത്തിൽ തുടരേണ്ടത് ആവശ്യമാണ്. ഇന്ത്യ അതിന് കൂട്ടാക്കുന്നില്ലെങ്കിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കകം സ്വാതന്ത്ര്യത്തിലെത്തുന്ന ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തീർച്ചയായും ആ മാതൃകയാണ് പിന്തുടരുക. അങ്ങനെ വന്നാൽ കോമൺവെൽത്ത് സാമ്രാജ്യത്തിലെ വെള്ളക്കാർ മാത്രമുള്ള ഡൊമിനിയനുകളുടെ ഒരു കൂട്ടായ്മ മാത്രമായി തരം താഴും. സുദീർഘമായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയും ലേബർ പാർട്ടിയും രാജാവിൻ്റെ ആവേശത്തിൽ പങ്കുകൊണ്ടിരുന്നില്ല. ഇന്ത്യയെ കോമൺവെൽത്തിൽ നിർത്താൻ താൻ ഒരു ശ്രമം നടത്തുമെന്ന് പോലും ആറ്റ്ലി മൗണ്ട് ബാറ്റനോട് പറഞ്ഞിരുന്നില്ല. ഭരണഘടനാ വിധേയനായ രാജാവെന്ന നിലയ്ക്ക് തൻ്റെ അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ജോർജ് ആറാമന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മച്ചുനന് അത് സാധിക്കുമായിരുന്നു. രാജാവിൻ്റെ ആഗ്രഹങ്ങളിൽ ലൂയി മൗണ്ട് ബാറ്റൻ പൂർണ്ണമായും പങ്കുകൊണ്ടിരുന്നു. പഴയ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തെപ്പോലെ വിപുലമായി സഞ്ചരിച്ച മറ്റൊരു രാജകുടുംബാംഗവും ഉണ്ടായിരുന്നില്ല. ആ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം ആസന്നമാണെന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആ ചിന്തയിൽ വേദനിച്ചു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ ഇരുപ്പുമുറിയിലിരുന്നു കൊണ്ട് വിക്ടോറിയയുടെ രണ്ടു പ്രപൗത്രന്മാരും ഒരു സ്വകാര്യ തീരുമാനത്തിലെത്തി. കോമൺവെൽത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള അവരുടെ പൊതുവായ അഭിലാഷം നടപ്പാക്കി കിട്ടാനുള്ള ശ്രമത്തിൻ്റെ ചുമതലക്കാരനാവും ലൂയി മൗണ്ട് ബാറ്റൻ. അങ്ങനെയാണ് തനിക്കുള്ള പ്രവർത്തന നിർദ്ദേശങ്ങളിൽ വിഭജിതമോ അവിഭക്തമോ ആയ ഒരു സ്വതന്ത്ര ഇന്ത്യയെ നിവൃത്തിയുള്ള പക്ഷം കോമൺവെൽത്തിനകത്തു നിർത്തണമെന്ന് ഒരു പ്രത്യേക വ്യവസ്ഥ കൂടി ആറ്റ്ലി എഴുതി ചേർക്കണമെന്ന് മൗണ്ട് ബാറ്റൻ നിർബന്ധിക്കാനിടയായത്. ഇന്ത്യയും തൻ്റെ മാതുലപുത്രൻ്റെ കിരീടവും തമ്മിൽ ബന്ധം നിലനിന്ന് കിട്ടുന്നതിനുള്ള പരിശ്രമത്തിനു വേണ്ടി ഉപയോഗിച്ചതിൽ കൂടുതൽ ചിന്തയോ നിർബന്ധമോ കൗശലമോ ഇന്ത്യയുടെ പുതിയ വൈസ്രോയി അടുത്ത കുറേ ആഴ്ചകളിൽ മറ്റൊരു കാര്യത്തിനു വേണ്ടിയും പ്രയോഗിച്ചില്ല. ഒരർത്ഥത്തിൽ ഇന്ത്യ വൈസ്രോയിയുടെ രാജകീയമായ പദവി വഹിക്കാൻ ലൂയി മൗണ്ട് ബാറ്റനേക്കാൾ ജന്മന അർഹത നേടിയ മറ്റാരുമില്ലെന്നാണ് തോന്നുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരസ്യമായ ഭാവപ്രകടനം നടന്നത് ജ്ഞാനസ്നാനവേളയിലാണ്. തൻ്റെ മുതുമുത്തശ്ശിയുടെ രാജകീയമായ നാസികയിൽ വിശ്രമിച്ചിരുന്ന കണ്ണട അന്ന് അദ്ദേഹം തൻ്റെ കുരുന്നു മുഷ്ടി കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അമ്മ വഴിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ പൂർവിക ബന്ധം ചാർലിമെയിൻ ചക്രവർത്തിയിൽ ചെന്നെത്തുമായിരുന്നു. രക്തബന്ധം വഴിക്കോ വിവാഹബന്ധം വഴിക്കോ കൈസർ വില്യം രണ്ടാമൻ, സർ നിക്കോളാസ് രണ്ടാമൻ, സ്പെയിനിലെ അൽഫോൻസ 13, റുമേനിയയിലെ ഫെർഡിനാണ്ട് ഒന്നാമൻ, സ്വീഡനിലെ ഗുസ്റ്റാവ് ആറാമൻ, ഗ്രീസിലെ കോൺസ്റ്റാൻറ്റിൻ ഒന്നാമൻ, നോർവേയിലെ ഹാക്കോൺ ഏഴാമൻ, യൂഗോസ്ലോവിയയിലെ അലക്സാണ്ടർ ഒന്നാമൻ എന്നിവരുമായെല്ലാം ബന്ധപ്പെട്ടിരുന്ന ലൂയി മൗണ്ട് ബാറ്റന് യൂറോപ്പിലെ പ്രതിസന്ധികളെല്ലാം കുടുംബ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ മൗണ്ട് ബാറ്റന് 18 വയസ്സ് പ്രായമെത്തുമ്പോഴേക്ക് സിംഹാസനങ്ങൾ ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സ്ഥിതി വളർന്നു വന്നു. വിക്ടോറിയയുടെ പ്രിയപ്പെട്ട പൗത്രിയായിരുന്ന ഹെസ്സിലെ വിക്ടോറിയ രാജകുമാരിയുടെയും അവരുടെ മാതുലപുത്രനും ഭർത്താവുമായ ബാറ്റൻബർഗിലെ ലൂയി രാജകുമാരൻ്റെയും 4ാമത്തെ സന്താനത്തിന് രാജകീയ ജീവിതാനുഭവങ്ങൾ പഴങ്കഥയായാണ് പകർന്നു കിട്ടിയത്. കൂടുതൽ ഭാഗ്യവാന്മാരായ മാതുലപുത്രന്മാരുടെ കൊട്ടാരങ്ങളിൽ തൻ്റെ യൗവനത്തിൻ്റെ വേനൽക്കാലങ്ങൾ വിനോദത്തിൽ മുഴുകി കഴിച്ചുകൂട്ടുമ്പോൾ ലഭിച്ച അറിവുകളായിരുന്നു അവ. ആ സൗന്ദര്യം മുറ്റിയ വേനൽക്കാലങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മായാതെ നിറഞ്ഞുകിടന്നു. കിരീടാവകാശികളാവാൻ സാധ്യതയുള്ള അതിഥികൾ നിറഞ്ഞ വിൻസർ കോട്ടയിലെ തേയില സൽക്കാരങ്ങൾ, സാറിൻ്റെ കളിവള്ളത്തിലുള്ള ജലക്രീഡ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് ചുറ്റുമുള്ള കാടുകളിൽ തൻ്റെ മാതുലപുത്ര പത്നിയായ സാറേ വിച്ചിൻ്റെ സഹോദരി ഗ്രാൻഡ് ഡച്ചസ് മേരിയും ഒത്തുള്ള കുതിരസവാരി, അങ്ങനെ ഈ പശ്ചാത്തലം ഉപയോഗിച്ച് മൗണ്ട് ബാറ്റന് മിതമായ ഒരു വരുമാനം അനുഭവിച്ചുകൊണ്ട് രാജാവിൻ്റെ കീഴിൽ നാമമാത്രമായ ഒരു ഉദ്യോഗം സ്വീകരിച്ച് ഒരു തളരുന്ന വംശത്തോടുള്ള ബഹുമാനപ്രകടന ചിഹ്നമായ ഭംഗിയുള്ള വേഷഭൂഷാദികളും ധരിച്ച് സുഖമായി കഴിഞ്ഞുകൂടാമായിരുന്നു.
പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് വ്യത്യസ്തമായൊരു പന്ഥാവാണ്. ഈ ശൈത്യകാല പ്രഭാതത്തിൽ അദ്ദേഹം നിന്നിരുന്നത് ശ്രദ്ധേയമായ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ കൊടുമുടിയിലാണ്. മൗണ്ട് ബാറ്റന് 43 വയസ്സ് കഷ്ടിച്ച് തികഞ്ഞിരുന്ന 1943 ശരത്കാലത്താണ് യൗവനത്തുടിപ്പും ഊർജ്ജസ്വലതയുമുള്ള ഒരു മസ്തിഷ്കം കണ്ടുപിടിക്കാൻ നടന്നിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ ദക്ഷിണ പൂർവേഷ്യയിലെ സഖ്യസേനകളുടെ പരമോന്നത മേധാവിയായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ യുവത്വമുള്ള ചുമലുകളിൽ അർപ്പിതമായ ഈ സ്ഥാനത്തിന് തുല്യമായ അധികാരവും ചുമതലയും ഡൈറ്റ് ഐസനോവറുടെ പരമോന്നത സഖ്യസേനാ മേധാവിത്വത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏഷ്യയുടെ വലിയൊരു ഭാഗത്ത് 128 ദശലക്ഷം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വന്നു. അദ്ദേഹം പിന്നീട് അനുസ്മരിച്ചതുപോലെ അത് രൂപവൽക്കരിക്കുന്ന കാലത്ത് ആ കേന്ദ്ര സൈനിക നേതൃത്വത്തിന് വിജയങ്ങളുണ്ടായിരുന്നില്ല. പിന്നെയോ തകർന്ന ആത്മവീര്യവും ഭയങ്കരമായ കാലാവസ്ഥയും ഭീകരനായ ശത്രുവും അമ്പരപ്പിക്കുന്ന പരാജയങ്ങളും മാത്രമായിരുന്നു അതിൻ്റെ കൈമുതൽ. അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരിൽ പലരും 20-ലേറെ വയസ്സുകൊണ്ടും 3-4 റാങ്ക് കൊണ്ടും അദ്ദേഹത്തെക്കാൾ മുതിർന്നവരായിരുന്നു. തൻ്റെ രാജകീയ ബന്ധമുപയോഗിച്ച് ഡിന്നർ ജാക്കറ്റിന് പകരം നാവിക യൂണിഫോം ധരിക്കുകയും ഖഭേഡി പാരീസിലെ നൃത്തവേദി താൽക്കാലികമായി ഉപേക്ഷിച്ച് യുദ്ധരംഗത്തെത്തുകയും ചെയ്ത ഒരു കളിക്കുട്ടിയായാണ് പലരും അദ്ദേഹത്തെ കണ്ടത്. യുദ്ധരംഗത്ത് നേരിട്ട് പര്യടനം നടത്തി അദ്ദേഹം തൻ്റെ പടയാളികളുടെ മനോവീര്യം വീണ്ടെടുത്തു. ബർമയിലെ ഭയാനകമായ കാലവർഷക്കാലത്തും യുദ്ധം നടത്താൻ നിർബന്ധിച്ചുകൊണ്ട് ജനറൽമാരുടെ മേലുള്ള അധികാരം അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. സ്തുതിച്ചും ഭീഷണിപ്പെടുത്തിയും വശീകരിച്ചും ലണ്ടനിലെയും വാഷിംഗ്ടണിലെയും മേലധികാരികളിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ ഔൺസ് സാമഗ്രികളും സമ്പാദിച്ചു. അസംഘടിതമായും മനോവീര്യം തകർന്നും കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സേനാവിഭാഗങ്ങൾ 1945 ആകുമ്പോഴേക്ക് ജാപ്പാനീസ് സേനയുടെ മേൽ കരവഴിക്കുള്ള ഏറ്റവും വലിയ വിജയം നേടിക്കഴിഞ്ഞിരുന്നു. 2000 നാഴിക അകലെയുള്ള തുറമുഖങ്ങളിൽ നിന്ന് 2,50,000 ഭടന്മാരെ മലയൻ അർദ്ധദ്വീപിൽ കടൽ വഴി കൊണ്ട് ചെന്നിറക്കാനുള്ള ഓപ്പറേഷൻ സിപ്പർ എന്നു പേരിട്ട അതിഗംഭീരമായ പരിപാടി നടപ്പാക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞത് ആറ്റം ബോംബ് പ്രയോഗം അതിനിടയ്ക്ക് നടന്നു കഴിഞ്ഞു എന്നതാണ്. ഇത്ര ബൃഹത്തായ ഒരു സൈനിക നീക്കം വേറെയുണ്ടായെങ്കിൽ അത് നോർമണ്ടിയിലെ സൈനിക നടപടി മാത്രമായിരുന്നു. 14 വയസ്സിൽ സ്വദേശമായ ജർമ്മനി വിട്ടുവന്ന് ബ്രിട്ടീഷ് നാവികപ്പടയിലെ ഫസ്റ്റ് സീ ലോർഡ് പദവി വരെ ഉയർന്ന തൻ്റെ പിതാവിൻ്റെ മാതൃക പിന്തുടർന്നാണ് മൗണ്ട് ബാറ്റനും ബാലനായിരിക്കെ തന്നെ നാവികപ്പടയിൽ ഓഫീസറുടെ ജോലി സ്വയം തിരഞ്ഞെടുത്തത്. പക്ഷേ ഒരു കേഡറ്റ് എന്ന നിലയ്ക്ക് മൗണ്ട് ബാറ്റൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധ്യനായ പിതാവിൻ്റെ സ്ഥാനം തകർത്ത ദുരന്തമുണ്ടായി. 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിൽ അലയടിച്ച ജർമ്മൻ വിരുദ്ധ ജ്വരം മൂലം സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ഹൃദയം തകർന്ന അദ്ദേഹം ജോർജ് 5-ാമൻ്റെ അഭ്യർത്ഥന പ്രകാരം തൻ്റെ പേർ ബാറ്റൻബർഗ് എന്നത് മൗണ്ട് ബാറ്റൻ എന്നാക്കി മാറ്റി. തുടർന്ന് അദ്ദേഹത്തെ മിൽഫോർഡ് ഹാവനിലെ പ്രഭുവായി അവരോധിച്ചു. ഫസ്റ്റ് സീലോഡിൻ്റെ ദുഃഖിതനായ പുത്രനാകട്ടെ അച്ഛനെ നീതിരഹിതമായ മുറവിളി കൊണ്ട് പുറത്താക്കിയ സ്ഥാനത്ത് താൻ ഒരു നാൾ കയറിപ്പറ്റുമെന്ന് അന്നേ മനസ്സാ ശപഥം ചെയ്തു. പക്ഷേ യുദ്ധങ്ങൾക്കിടയിലുള്ള നീണ്ട വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം സമാധാനകാലത്തെ ഓഫീസറുടെ മന്ദവും നിറപ്പകട്ടില്ലാത്തതുമായ പാതയിലാണ് നീങ്ങിയത്. യുദ്ധവീര്യം അത്രയൊന്നും ആവശ്യമില്ലാത്ത മറ്റ് രംഗങ്ങളിലാണ് യുവാവായ മൗണ്ട് ബാറ്റൻ പൊതുജനങ്ങളിൽ മതിപ്പുളവാക്കിയത്. തൻ്റെ വശ്യതയും ശ്രദ്ധേയമായ ആകാര സുഷുമയും മറ്റുള്ളവരിലേക്ക് എളുപ്പം പകരുന്ന ഉല്ലാസശീലവും കൊണ്ട് ബ്രിട്ടനിലെ ജനകീയ പത്രലോകത്തിന് അദ്ദേഹം ഓമനയായി തീർന്നു. യുദ്ധത്തിൻ്റെ ഭീകരതകൾക്ക് ശേഷം കുറേ നിറപ്പകട്ടിനു വേണ്ടി ദാഹിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ അവർ അദ്ദേഹത്തെ പൊക്കിക്കാട്ടി. സുന്ദരിയും ധാരാളം സമ്പത്തിൻ്റെ അവകാശിയുമായ എഡ്വീന ആഷ്ലിയുമായി നടന്നതും പ്രിൻസ് ഓഫ് വെയിൽസ് തന്നെ വരൻ്റെ തോഴനായി എത്തിയതുമായ അദ്ദേഹത്തിൻ്റെ വിവാഹം 1922 വലിയ സാമൂഹിക സംഭവമായിരുന്നു. അടുത്ത കുറേ കൊല്ലങ്ങളിൽ
ഞായറാഴ്ച പത്രങ്ങൾ ലൂയി മൗണ്ട് ബാറ്റൻ്റെയും എഡ്വീനയുടെയും പടമോ അവരെ പറ്റിയുള്ള എന്തെങ്കിലും പരാമർശമോ ഇല്ലാതെ അപൂർവമായേ പുറത്തു വന്നിരുന്നുള്ളൂ. നോയൽ കവാർഡിനോടൊപ്പം മൗണ്ട് ബാറ്റൻ ദമ്പതികൾ തിയേറ്ററിൽ, ആസ്കട്ടിലെ രാജകീയ ബാൽക്കണിയിൽ മൗണ്ട് ബാറ്റൻ ദമ്പതികൾ, ഊർജ്ജസ്വല യുവാവായ ലൂയി പ്രഭു മദ്യധാരണയാഴിയിൽ ജലക്രീഡ നടത്തുന്നത്, ലൂയി മൗണ്ട് ബാറ്റൻ പോളോ മത്സര വിജയത്തിനുള്ള ട്രോഫി ഏറ്റുവാങ്ങുന്നത്, അങ്ങനെ മറ്റും. അവർ ഉയർത്തിക്കാട്ടിയ പ്രതിരൂപം മൗണ്ട് ബാറ്റൻ ഒരിക്കലും നിഷേധിച്ചില്ല. നൃത്തവേദിയിലും സൽക്കാര രംഗങ്ങളിലും പോളോ മത്സര സ്ഥലത്തുമെല്ലാം അദ്ദേഹം ആഹ്ലാദിച്ചു, വിഹരിച്ചു. പക്ഷേ ആ പൊതുമുഖഛായയ്ക്ക് പിന്നിൽ മറ്റൊരു വ്യക്തിത്വമുണ്ടായിരുന്നതിനെപ്പറ്റി ജനങ്ങൾക്കറിവില്ലായിരുന്നു. നൃത്തം അവസാനിപ്പിച്ചപ്പോഴാണ് അത് തെളിഞ്ഞു കാണായത്. നിറപ്പകിട്ടുള്ള ചെറുപ്പക്കാരൻ ബാല്യകാലത്ത് താനെടുത്ത ശപഥം മറന്നിരുന്നില്ല. അങ്ങേയറ്റം ഗൗരവ സ്വഭാവക്കാരനും വിജീഗിഷുവും അർപ്പണബുദ്ധിയുള്ളവനുമായ ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു മൗണ്ട് ബാറ്റൻ. ജോലിയെടുക്കാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ കഴിവ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തിൽ കീഴ് ജീവനക്കാരെ എപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രമാണ് ഭാവിയിലെ യുദ്ധമുറകളെ രൂപപ്പെടുത്തുകയെന്നും വാർത്താവിനിമയത്തിലെ മേന്മയാണ് യുദ്ധം ജയിക്കാൻ സഹായിക്കുകയെന്നും ബോധ്യമുണ്ടായിരുന്ന മൗണ്ട് ബാറ്റൻ കൂടുതൽ മേന്മയുള്ള ഡെക്ക് ഓഫീസറുടെ പദവി ഉപേക്ഷിച്ച് സിഗ്നൽസ് പഠിക്കാൻ പോയി. നാവികസേനയുടെ ഹയർ വയർലെസ് കോഴ്സിൽ ഒന്നാമനായി 1927 അദ്ദേഹം ജയിച്ചു. തുടർന്ന് നേവി ഉപയോഗിക്കുന്ന വയർലെസ് സെറ്റുകൾക്കുള്ള ആദ്യത്തെ സമഗ്രമായ നിർദ്ദേശഗ്രന്ഥം അദ്ദേഹം എഴുതിയുണ്ടാക്കി. സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ സത്വര വികാസം പ്രാപിക്കുന്ന ചക്രവാളങ്ങളാൽ ആകൃഷ്ടനായ അദ്ദേഹം ഊർജതന്ത്രം, വിദ്യുച്ഛക്തി, വാർത്താവിനിമയം തുടങ്ങിയവയെപ്പറ്റിയുള്ള വിപുലമായ പഠനത്തിൽ മുഴുകി. പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ വികാരവും വിനോദവുമായി മാറി. റോക്കറ്റുകളെ സംബന്ധിച്ച ശാസ്ത്രീയ പഠനത്തിൽ വിദഗ്ധനായ റോബർട്ട് എസ്നോൾട്ട് പെൽറ്റി എന്ന പ്രഗത്ഭനായ ഫ്രഞ്ചുകാരൻ്റെ കൃതികളെല്ലാം അദ്ദേഹം റോയൽ നേവിക്ക് വേണ്ടി സംഭരിച്ചു. ആ കൃതികളിൽ നിന്നും വി ബോംബുകൾ, നിയന്ത്രിത മിസൈലുകൾ, ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യ യാത്ര തുടങ്ങിയവയെ സംബന്ധിച്ച് കാലേക്കുട്ടി ഏറെക്കുറെ കൃത്യമായ മുൻവിവരങ്ങൾ നേടാൻ ബ്രിട്ടന് കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ വെച്ച് താണു പറന്നു വന്ന ബോംബിടുന്ന സ്റ്റുക്ക വിമാനത്തെ തടയാൻ വേണ്ടി സംവിധാനം ചെയ്തതും അതിവേഗം വെടിവെക്കാവുന്നതുമായ ഒരു വിമാനവേദ തോക്കിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അദ്ദേഹം ചുഴിഞ്ഞെടുത്തു. മടിച്ചു നിൽക്കുന്ന രാജകീയ നാവികസേനയെക്കൊണ്ട് അത് സ്വന്തമാക്കിക്കാൻ നിർബന്ധം ചെലുത്തുന്ന ശ്രമത്തിൽ മാസങ്ങൾ തന്നെ അദ്ദേഹം ചെലവഴിച്ചു. ഹിറ്റ്ലറുടെ ഉയർച്ചയും ജർമ്മനിയുടെ പുനരായുധീകരണവും വളരുന്ന ആശങ്കയോടുകൂടി അദ്ദേഹം വീക്ഷിച്ചു പോന്നിരുന്നു. ഖേദത്തോടുകൂടിയെങ്കിലും കാര്യജ്ഞാനത്തോടുകൂടിയാണ് തൻ്റെ പ്രിയപ്പെട്ട മാതുലനായ നിക്കോളാസ് രണ്ടാമനെ സാർ ചക്രവർത്തിമാരുടെ സിംഹാസനത്തിൽ നിന്നും തുരത്തിയോടിച്ച സമൂഹത്തിൻ്റെ പരിവർത്തനം അദ്ദേഹം കണ്ടറിഞ്ഞത്. 30കളുടെ അവസാനമായപ്പോഴേക്കും മൗണ്ട് ബാറ്റനും പത്നിയും നൃത്തവേദികളിൽ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞു വന്നു. വരാൻ പോകുന്നതെന്ന് തങ്ങൾ മനസ്സിലാക്കിയ സംഘടനത്തെപ്പറ്റി സുഹൃത്തുക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും കൂടുതൽ ബോധവാന്മാരാക്കാനുള്ള കുരിശുയുദ്ധത്തിൽ രണ്ടുപേരും മുഴുകി. 1939 ആഗസ്റ്റ് 25 പുതിയതായി സേവനസജ്ജയായ HMS കെല്ലി എന്ന നശീകരണ കപ്പലിൻ്റെ മേധാവിത്വം അഭിമാനത്തോടുകൂടി മൗണ്ട് ബാറ്റൻ ഏറ്റെടുത്തു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ ഒരനാക്രമണ സന്ധി ഒപ്പുവെച്ച കാര്യം റേഡിയോ പ്രഖ്യാപനം ചെയ്തു. ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം കെല്ലിയുടെ ക്യാപ്റ്റന് ഉടൻ തന്നെ മനസ്സിലായി. കപ്പൽ കടലിൽ ഇറക്കാൻ വേണ്ട 3 ആഴ്ചത്തെ കാലയളവ് കുറയ്ക്കുന്നതിനു വേണ്ടി രാവും പകലും അധ്വാനിക്കാൻ മൗണ്ട് ബാറ്റൻ തൻ്റെ നാവികർക്ക് ഉത്തരവ് നൽകി. 9 ദിവസം കഴിഞ്ഞ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ കെല്ലിയുടെ ക്യാപ്റ്റൻ കപ്പലിൻ്റെ ഒരു വശത്ത് വൃത്തികെട്ട മേലുടുപ്പും ധരിച്ച് തൂങ്ങി നിന്ന് തൻ്റെ പ്രാപ്തരായ നാവികരോടൊപ്പം കപ്പലിൻ്റെ പുറം ഭാഗങ്ങളിൽ ചായം തേക്കുകയായിരുന്നു. അടുത്ത ദിവസമാകട്ടെ ഒരു ജർമ്മൻ മുങ്ങിക്കപ്പലിനെതിരായ പടനീക്കത്തിലായിരുന്നു കെല്ലി. ഞാനൊരിക്കലും കപ്പൽ ഉപേക്ഷിക്കുക എന്ന ഉത്തരവ് നൽകുകയില്ല, തൻ്റെ നാവികരോട് മൗണ്ട് ബാറ്റൻ പ്രതിജ്ഞ ചെയ്തു.
ഈ കപ്പൽ നമ്മുടെ കാൽക്കീഴിൽ മുങ്ങിപ്പോയാൽ മാത്രമേ നാം ഇതിൽ നിന്നും പുറത്തു പോകൂ. ബ്രിട്ടീഷ് ചാനലിലൂടെ നീങ്ങുന്ന കപ്പൽ വ്യൂഹങ്ങൾക്ക് കെല്ലി അകമ്പടി സേവിച്ചു. നോർത്ത് സീയിൽ അത് യു ബോട്ടുകളെ വേട്ടയാടി. നോർവേയിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ നാംസോസ് കടലിടുക്കിലൂടെ നീങ്ങിയ കപ്പൽ സേന അഭിമുഖീകരിച്ച വിപത്സന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട 6000 നാവികരെ രക്ഷാകേന്ദ്രങ്ങളിൽ എത്തിക്കാൻ മൂടൽമഞ്ഞിനെയും ജർമ്മൻ ബോംബറുകളെയും അവഗണിച്ച് തള്ളിക്കയറി ചെന്നു. കെല്ലിയുടെ അമരത്തിന് ടൈൽ അഴിമുഖത്ത് വെച്ച് കേടുപറ്റി. കപ്പലിൻ്റെ ബോയിലർ മുറി നോർത്ത് സീയിൽ വെച്ച് ടോർപിഡോയേറ്റ് തകർന്നു. ഓടിയൊളിക്കാനുള്ള കൽപ്പനയെ അവഗണിച്ചുകൊണ്ട് മൗണ്ട് ബാറ്റൻ ഒരു രാത്രി മുഴുവനും ആ തകർന്നു നീങ്ങുന്ന കപ്പലിൽ കഴിച്ചുകൂട്ടി. പിന്നീട് 18 സന്നദ്ധ ഭടന്മാരുടെ സഹായത്തോടുകൂടി കെല്ലിയെ കെട്ടിവലിച്ച് നാട്ടിലെത്തിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1941 മെയ്യിൽ ക്രീറ്റിനു സമീപമുള്ള കടലിൽ വച്ച് കെല്ലിയുടെ ഭാഗ്യം അസ്തമിച്ചു. ഒരു ബോംബ് കപ്പലിൻ്റെ വെടിമരുന്നറയിൽ ശരിക്കും വന്നു വീണു. നിമിഷങ്ങൾക്കകം കപ്പൽ മുങ്ങി. തൻ്റെ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് മൗണ്ട് ബാറ്റൻ കെല്ലി വെള്ളത്തിലാണ്ട് മറിയുന്നതുവരെ അതിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് നീന്തിത്തുടിച്ച് പൊന്തി വന്നു. മേലാസകലം എണ്ണ പുരണ്ട് ജീവന് വേണ്ടി നീന്തിപ്പിടയ്ക്കുന്ന നാവികരെ അദ്ദേഹം ഒരേ ഒരു ചെങ്ങാടത്തിനു ചുറ്റും ഒരുമിച്ച് നിർത്തി. ജർമ്മൻ വിമാനങ്ങൾ തങ്ങളുടെ മേൽ വെടിയുണ്ട വർഷിക്കവേ വീപ്പയുരുട്ടിക്കയറ്റുക എന്ന പാട്ടുപാടുന്നതിൽ അവർക്ക് നേതൃത്വം നൽകി. കെല്ലിയിലെ തൻ്റെ വീര സാഹസികതയ്ക്ക് മൗണ്ട് ബാറ്റന് DSO എന്ന ബഹുമതി മുദ്ര കിട്ടി. ആ കപ്പലാകട്ടെ മൗണ്ട് ബാറ്റൻ്റെ സുഹൃത്തായ നോയൽ കവാർഡ് നിർമ്മിച്ച അതിൽ ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്നു എന്ന ചലച്ചിത്രത്തിലൂടെ കുറേയൊക്കെ അനശ്വര ഖ്യാതിയും നേടി. 5 മാസങ്ങൾക്ക് ശേഷം സഖ്യശക്തികൾക്ക് യൂറോപ്യൻ വൻകരയിൽ തിരിച്ചെത്താൻ സഹായകമായ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുക്കാൻ രൂപവൽക്കരിച്ച സംയുക്ത പ്രവർത്തന സേനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റിയ ഒരു യുവസേനാനിയെ തേടി നടന്നിരുന്ന ചർച്ചിൽ മൗണ്ട് ബാറ്റനെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്കും ശാസ്ത്രീയമായ അന്വേഷണ വ്യഗ്രതയ്ക്കും ഏറ്റവും പറ്റിയ ഒരു ജോലിയായിരുന്നു അത്. ഏതൊരാശയവും പരീക്ഷിച്ചു നോക്കാതെ വിടുകയില്ലെന്ന് സ്വയം പ്രതിജ്ഞയെടുത്തിരുന്ന മൗണ്ട് ബാറ്റൻ കണ്ടുപിടുത്തക്കാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും സാങ്കേതിക വിദഗ്ധന്മാർക്കും മഹാപ്രതിഭാശാലികൾക്കും അരക്കിറുക്കന്മാർക്കുമെല്ലാം തൻ്റെ സൈനിക കേന്ദ്രത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. കട്ടിയാക്കിയ കടൽ വെള്ളത്തിൽ 5% തടിപ്പശ ചേർത്തുണ്ടാക്കുന്ന ഹിമക്കട്ട പൊങ്ങിക്കിടക്കുന്നതും മുങ്ങാത്തതുമായ വിമാനത്താവളമാക്കാമെന്നും മറ്റുമുള്ള അവരുടെ പദ്ധതികളിൽ പലതും കാടുകയറിയ ഭാവനകളായിരുന്നു. പക്ഷേ അവർ തന്നെയാണ് ജലാന്തർഭാഗത്തുകൂടി പ്ലൂട്ടോ എന്ന ബ്രിട്ടീഷ് ചാനൽ പൈപ്പ് ലൈനിൻ്റെയും മൾബറിയിലെ കൃത്രിമ തുറമുഖങ്ങളുടെയും നോർമണ്ടി ആക്രമണം സാധ്യമാക്കി തീർത്ത സൗകര്യങ്ങളുടെയും റോക്കറ്റ് വാഹിനികളുടെയും സംവിധാനവും നിർവഹിച്ചത്. തങ്ങളുടെ നേതാവിന് 43 വയസ്സാവുമ്പോഴേക്ക് തന്നെ ദക്ഷിണ പൂർവേഷ്യയുടെ പരമോന്നത സൈന്യാധിപ സ്ഥാനത്തേക്കുള്ള അസാധാരണമായ ഉയർച്ചയ്ക്ക് വഴിവെട്ടിയുണ്ടാക്കിയതും അവർ തന്നെയാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തീർന്ന പുതിയ കടമ ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോൾ മൗണ്ട് ബാറ്റൻ ശാരീരികവും ബുദ്ധിപരവുമായ കഴിവുകളുടെ ഉച്ചകോടിയിലാണ് നിന്നിരുന്നത്. കടൽ യുദ്ധവും ഉയർന്ന സൈന്യ നായകത്വവും അതിശീഘ്രത്തിൽ തീരുമാനങ്ങളെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിവ് നൽകുകയും നേതൃത്വത്തിനുള്ള അദ്ദേഹത്തിൻ്റെ നൈസർഗിക വാസനയെ ഉജ്ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരു തത്വജ്ഞാനിയോ അമൂർത്ത ചിന്തകനോ ആയിരുന്നില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനത്തിലൂടെ പരിശീലിപ്പിച്ചെടുത്ത തീക്ഷ്ണവും വിശകലനാത്മകവുമായ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നന്നായി തോൽക്കുന്നതിനോടുള്ള ആംഗ്ലോ സാക്സൺ കമ്പം അദ്ദേഹത്തെ പിടികൂടിയിരുന്നില്ല. വിജയത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. അന്ന് ഒരു യുവ ഓഫീസറായിരുന്നപ്പോൾ അദ്ദേഹം മെച്ചപ്പെട്ട തുഴയൽ രീതി പഠിപ്പിച്ചിരുന്ന നാവികർ ഒരു മത്സര വള്ളംകളിയിൽ വിജയം കരസ്ഥമാക്കി. ആ തുഴയൽ രീതിയെ ചൊല്ലി വിമർശനമുണ്ടായപ്പോൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വിജയരേഖ ആദ്യം കടക്കലാണ് പ്രധാനപ്പെട്ട കാര്യം എന്നത്രേ. ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പ് അനിതരസാധാരണമായ വശ്യതയായും ജനങ്ങളെ കൂട്ടിയിണക്കാനുള്ള ഗണ്യമായ പാടവമായും പക്വത പ്രാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകരിൽപ്പെടാത്ത ഒരാൾ ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, മൗണ്ട് ബാറ്റൻ മനസ്സുവെച്ചാൽ
ശവങ്ങളിൽ നിന്ന് കഴുകന്മാരെ പോലും വശീകരിച്ചകറ്റിക്കളയും. സർവോപരി മൗണ്ട് ബാറ്റൻ ആത്മവിശ്വാസത്തിൻ്റെ അക്ഷയപാത്രമായിരുന്നു. ഈ സ്വഭാവത്തെ പലപ്പോഴും അഹന്തയെന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകർ മുദ്രകുത്തി. ചർച്ചിൽ അദ്ദേഹത്തിന് ഏഷ്യൻ സൈനിക നേതൃത്വം വച്ചു നീട്ടിയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാൻ അദ്ദേഹം 24 മണിക്കൂർ ആവശ്യപ്പെട്ടു. എന്തുപറ്റി? താങ്കൾക്കത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ചർച്ചിൽ മുരണ്ടു. സർ, മൗണ്ട് ബാറ്റൻ മറുപടി പറഞ്ഞു, എന്ത് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം എനിക്ക് ജന്മസിദ്ധമായ ഒരു ദൗർബല്യമാണ്. വരാൻ പോകുന്ന ആഴ്ചകളിൽ വിക്ടോറിയയുടെ പൗത്രീപുത്രന് ആ ആത്മവിശ്വാസത്തിൻ്റെ ഓരോ കണികയും കൂടിയേ തീരൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതിൻ്റെ സത്യസന്ധമായ അറിവുകളും ലഭിക്കുവാൻ ഈ പരമ്പര മുടങ്ങാതെ കേൾക്കുക. നമ്മൾ കേട്ടതിനപ്പുറം സത്യങ്ങൾ മറഞ്ഞു നിൽക്കുന്നു. ഈ പരമ്പര ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.